അഖിലവും നീയേ ആശ്രയം നീയേ അർഹമുറാഹിമേ യാ അല്ലാഹ്. അഖിലവും നീയേ ആശ്രയം നീയേ അർഹമുറാഹിമേ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. നാട്ടുകാരനായ അലി ബാപ്പു എഴുതിയ വരികൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് പാടിയിരിക്കുന്നത് കീശേരി സ്വദേശിയായ അബൂബക്കർ എന്ന വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാട്ടുരംഗത്തേക്ക് കടന്നു വന്ന അബൂബക്കർ എന്ന ആ ചെറിയ കുട്ടി തൻ്റെ ജീവിതം കെട്ടിപ്പടുത്തത് തന്നെ പാട്ടിലൂടെയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ജയ്ഹിന്ദ് TV നടത്തിയ റിയാലിറ്റി ഷോയിലാണ് ഒരുപക്ഷെ പുതുതലമുറ അബൂബക്കർ എന്ന പാട്ടുകാരനെ കണ്ടിട്ടുണ്ടാവുക. ജയ്ഹിന്ദ് TVയിലെ റിയാലിറ്റി ഷോയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? അന്ന് VT മുരളിയേട്ടൻ അതേപോലെ തന്നെ വിയൻകുട്ടി മാഷൊക്കെയാണ് ജഡ്ജസ് ആയിട്ടുള്ളത്. ആ മത്സര പരിപാടിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? വിയൻകുട്ടി മാഷാണ് അതിലേക്ക് വരാൻ പറഞ്ഞതും അദ്ദേഹം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ സംസാരിച്ച് ശേഷം പരിപാടിക്ക് വരാൻ പറഞ്ഞ് റിഹേഴ്സലൊക്കെ ചെയ്തു. അങ്ങനെയാണ് വിയൻകുട്ടി മാഷ് തന്നെയാണ്. അതിൽ ഏത് റൗണ്ട് വരെ എത്തി? ഫൈനൽ റൗണ്ട് വരെ എത്തിയിട്ടുണ്ട്. ഫൈനലിസ്റ്റാണ്. നിങ്ങളുടെ സംഗീത ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണോ? ചെറുപ്പകാലത്ത് സംഗീതം തുടങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ ആ കാലത്ത് കുണ്ടോട്ടി മൊയ്തീൻകുട്ടിയാക്കാന്ന് പറഞ്ഞ ആളുടെ ഹാർമോണിക്കാരൻ മൊയ്തീൻകുട്ടിയാക്കാന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പാട്ട് പാടുന്നുണ്ട് KS മുഹമ്മദ് കുട്ടി. പ്രസിദ്ധനായ വലിയൊരു ഗായകനായിരുന്നു KS മുഹമ്മദ് കുട്ടി. അദ്ദേഹത്തിൻ്റെ കല്യാണരാവേ കരളിൽ പൂങ്കാവേ കളിമാടും കൂട്ടാളി നീയല്ലേ കലകൾ നിറഞ്ഞ കഥകൾ പറഞ്ഞ് കളിമാടും കൂട്ടാളി നീയല്ലേ തമ്മിൽ കളിമാടും കൂട്ടാളി നീയല്ലേ. ഈ പാട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടത്. ഇത് മൊയ്തീൻകുട്ടിക്കാരൻ്റെ വീട്ടിൽ നിന്ന്. KS മുഹമ്മദ് കുട്ടി ആ പാട്ടുണ്ട്. ചെറുപ്പക്കാരനാണ് അദ്ദേഹം ആ കാലത്ത്. എല്ലാവരും അറിയുന്ന ഗായകനാണ്. വിയൻകുട്ടി മാഷ് അതുപോലെ ഉമ്മർകുട്ടി ആ കാലത്ത് അറിയുന്ന ഗായകനാണ് KS മുഹമ്മദ് കുട്ടി. അദ്ദേഹം ഇങ്ങനെ ഈ പെട്ടി വായിച്ച് ഈ പാട്ട് പാടുമ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. മൊയ്തീൻകുട്ടിയാക്കിയായിട്ട് പരിചയപ്പെട്ടു. മൊയ്തീൻകുട്ടിയാക്കാന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ സംഗീതം പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു ദിവസമൊക്കെ ഡേറ്റ് തന്ന് അങ്ങനെ ഞാൻ സംഗീതം പഠിക്കാൻ വേണ്ടി പോയി. അന്ന് 10 രൂപ ആണ് അദ്ദേഹത്തിന് കാണിക്കായിട്ട് വെച്ചത്. അതുപോലെ തന്നെ പിന്നെ 10 രൂപയും ബസ്സിലടക്ക ഒരു തുണി ഒക്കെ വാങ്ങിയിട്ടാണ് പോയത്. അങ്ങനെ അദ്ദേഹം ക്ലാസ് എടുത്തുനിന്ന് സരിഗമ പദനി സനിദപ മഗരി സരിഗമ പദനി പാപ്പ സനിദപ മഗരി പാപ്പ. ആദ്യം തന്നെ ഞാനൊരു ഗാനമായിട്ട് ഇങ്ങനെ പാടുന്നു. ആദ്യം തന്നെ സരിഗമ പദനി ഓരോ അക്ഷരങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ കാണിച്ചത് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ കുറേയൊക്കെ വായിക്കാനും മറ്റൊക്കെ തുടങ്ങി. പിന്നീട് അബൂബക്കർ എന്ന് പറഞ്ഞ കുട്ടി എപ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്? സ്റ്റേജിലേക്ക് കയറിയത് സ്വന്തം നാട്ടിൽ തന്നെ ഒരു കഥാപ്രസംഗത്തിലൂടെ ആണ് ആദ്യം തന്നെ സ്റ്റേജിലേക്ക് കയറി. ആരായിരുന്നു കഥാപ്രസംഗം നടത്തിയത്? അത് പുത്തൂപ്പാടൻ കുഞ്ഞൈൻ ഹാജി എന്ന് പറയും. ഇതൊക്കെ ഏതാണ്ട് ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സംഭവം. പുത്തൂപ്പാടൻ കുഞ്ഞൈൻ ഹാജി എന്ന് പറയും. അദ്ദേഹം ഒരു കാതികനായിരുന്നു. അതായത് സീറാപാരായണം എന്നതിന് പറയാം. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ആദ്യം എന്നെ പാടിയത്. അപ്പോൾ ജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പം ജനങ്ങൾ എന്നെ പിന്നെ ആവശ്യപ്പെട്ടു എന്നോട് പാടാൻ. അങ്ങനെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് അങ്ങനെ പോയി. അപ്പോൾ ആദ്യമായി നാട്ടിൽ നിന്ന് ഒരു കഥാപ്രസംഗ വേദിയിലേക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ പാടാൻ വേണ്ടി ആവശ്യപ്പെടുകയും പിന്നീട് നിങ്ങൾ കഥാപ്രസംഗം നടത്തുന്ന ആളുകളുടെ പിന്നണിയിൽ പാടാൻ തുടങ്ങി. പിന്നണിയിൽ പാടാൻ അത് എത്ര നാൾ അങ്ങനെ തുടർന്നു? ഏതാണ്ട് ഒരു 8-10 കൊല്ലത്തോളം പാടി. പിന്നീട് എപ്പോഴാണ് നിങ്ങൾ സ്വയം കഥ പറഞ്ഞ് അല്ലെങ്കിൽ ഈ സീറ പറഞ്ഞു തുടങ്ങിയത്? അത് ഒരു 15 കൊല്ലത്തോളം ഞാൻ സ്വന്തം തന്നെ സീറ പാരായണം നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ വേദികളിൽ അങ്ങനെ പോയിട്ടുണ്ട്? ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്? കേരളം, കർണാടക, തമിഴ്നാട്, അതുപോലെ ദുബായ്, ലക്ഷദ്വീപ്, ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഈ കഥാപ്രസംഗം അല്ലെങ്കിൽ ഈ സീറ പാരായണവുമായി വീട് വിട്ടങ്ങോട്ട് ഇറങ്ങിയാലോ? അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പോക്ക് പോയാൽ എത്ര കാലം പിടിച്ചിട്ടാണ് മടങ്ങി വരിക? ഒരു ചില പ്രോഗ്രാമുകൾ 10 ദിവസം ഉണ്ടാവും. ലക്ഷദ്വീപിലൊക്കെ പോയാൽ 1 മാസം മറ്റൊക്കെ നിൽക്കും. ദുബായിലൊക്കെ പോയാൽ 1-2 മാസം വിസിറ്റിങ് പോകുമല്ലോ. അങ്ങനെയൊക്കെയാണ് പോകാറ്. ഒരു സ്റ്റേജ് തന്നെ 10 ദിവസം, 5 ദിവസം, 15 ദിവസമൊക്കെ ഉണ്ടാവും. അങ്ങനെ വേദിയിൽ നിന്ന് വേദിക്ക് പോകും. അങ്ങനെ അക്കാലത്ത് അന്ന് വിനോദം അതാണ്. അന്നത്തെ വിനോദമാണത്.
പാട്ട് പാടുക, അതിൻ്റെ വ്യാഖ്യാനം കൊടുക്കുക എന്നത്. അപ്പൊ നിങ്ങളുടെ തൊഴിൽ തന്നെ ഈ സീറ പാരായണവും പാട്ടുമൊക്കെയാണ്, വേറൊരു ജോലിക്ക് ഇതുവരെ പോയിട്ടില്ല? വേറൊരു ജോലിക്കും പോയില്ല. സീറ പാരായണം, പാട്ട്, അതുപോലെ ഗാനമേളകളുണ്ട്. അതോടൊപ്പം ഗാനമേളകളും ഉണ്ടായി. ഇപ്പോൾ എവിക്കൻ്റെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് റെക്കോർഡുകളിൽ പാടിയിട്ടുണ്ടോ? റെക്കോർഡ് പാടാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചിന് മദ്രാസിലേക്ക്. അന്ന് ഞാനന്ന് പാടാൻ പോയില്ല. കാരണം എനിക്കിങ്ങനെ ഒരു ചെറിയൊരു വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് അതിന് പിന്നെ മനസ്സ് വന്നില്ല. എവിക്കന്നെ നിർബന്ധിച്ച് വിളിച്ചിട്ട് നിങ്ങൾ വരണം, നമുക്കൊരു പാട്ട് റെക്കോർഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റെക്കോർഡിൽ പാടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടിയിരുന്നത് ഇതേപോലെ അത് അങ്ങനെ റെക്കോർഡ് പാടിനേക്കാളും വരുമാനം കിട്ടി. ഇവിടെ പാട്ട് പാടും, കുറേ പൈസ കിട്ടും. അങ്ങനെ അതിലെങ്ങനെ മുഴുകിപ്പോയി. അപ്പോൾ ഇത് മറന്നുപോയി. അങ്ങനെ സംഭവം. നിങ്ങൾ കഥാപ്രസംഗ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് വട്ടപ്പാട്ട് കല്യാണ വീടുകളിലൊക്കെ പാടുന്ന സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടാവും. അതിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത് വട്ടപ്പാട്ടില് കല്യാണ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് വൈനീളം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. വൈനീളം അന്ന് പുതിയാപ്പിള പോകുമ്പോൾ കാൽനടായിട്ടാണ് പോകുന്നത്. എന്നിട്ട് വൈനീളം പാടുക പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. വൈനീളം എന്ന് പറഞ്ഞാല് ബന്ധാറങ്കിരിവരി നടു പോർക്കളത്തിൽ കോടാക്കളിത്ത് ബാറി ബഹുകേമ ചൊടിയുടെ കടുവൈ പരുഷൊരു പുരുഷരത തന 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 തന്ത തന തന തന്ത തന തുതാലിന താനേന തന തന തിന്ന പുതുമരൻ ഇതാ വരുന്നേ. അതാണ് വൈനീളം. വൈനീളത്തിൽ അങ്ങനെ തന്നെ പാടിയിട്ട് കാൽനടായിട്ടാണ് കാലത്ത് പോവുക. പെട്രോൾ മെക്സൊക്കെ എടുക്കാൻ മറ്റൊരാളുകളുണ്ടാവും, അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ പുതുപെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയാൽ ഏതാണ്ട് എത്രയോ വൈദ്യുതരുണ്ടാവും ചിലത്. അവിടെ ഒരു ടീം വേറെ പാടാനുണ്ട്. പുതുപെണ്ണിൻ്റെ വീട്ടിൽ പാടാൻ ഒരു ടീം. പിന്നെ ഈ പുതിയാപ്പിളിൻ്റെ ഒപ്പം കൂടെ വന്ന് അവരും ഉണ്ടാവും ഒരു ടീം. അങ്ങനെ അവിടെ നിന്ന് മത്സര പാട്ടായി വരും. അവസാനം പാട്ടുകൾ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാടും. പഴയ പുലവന്മാരുടെ പാട്ട്. ചഞ്ചരനാഗഞ്ജനിധി സദാമാമെടി എങ്കൾ ശൈഖ് മുഹമ്മദ് അലി സാലിഹടി, എങ്കൾ ശൈഖ് മുഹമ്മദ് അലി സാലിഹടി. ചഞ്ചരനാഗഞ്ജനിധി സദാമാമെടി എങ്കൾ ശൈഖ് മുഹമ്മദ് അലി സാലിഹടി, എങ്കൾ ശൈഖ് മുഹമ്മദ് അലി സാലിഹടി. ഗഞ്ചസുമാടിയവരെ നെഞ്ചോടണൈത്ത് മുത്ത് കൊഞ്ചി മോയി പകരും കോമാനടി. ഗഞ്ചസുമാടിയവരെ നെഞ്ചോടണൈത്ത് മുത്ത് കൊഞ്ചു മോഴി പകരും കോമാനടി. ഗഞ്ചരണാഗഞ്ജനിധി സദാമാമിടി എങ്കൾ ശൈഖ് മുഹമ്മദ് അലി സാലിഹടി, എങ്കൾ ശൈഖ് മുഹമ്മദ് അലി സാലിഹടി. ഈ ഗാനങ്ങളൊക്കെയാണ് അന്ന് പാടാറ്. അത് ബുക്ക് പാട്ട് എന്ന് അതിന് പറയാം. ബുക്ക് പാട്ട് പറഞ്ഞാൽ തമിഴന്മാർ ആ കാലത്ത് ഉള്ള പുലവന്മാരെ എഴുതിയതാണ്. പിന്നെ തമിഴിലുള്ള പാട്ടാണ്. തമിഴിൽ കൂടുതൽ തമിഴ്, മറ്റു പല ഭാഷകളുണ്ട്. അത് സങ്കര ഭാഷയാണ്. അപ്പൊ നിങ്ങള് പുതുമാരന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകള് പുതുമണ്ണിന്റെ വീട്ടിലേക്ക് പോകും, അവിടെയും പാട്ടുകാരുണ്ടാവും, നിങ്ങൾ പാട്ട് നിങ്ങൾ മത്സരിച്ച് പാടും. ഈ മത്സരത്തിന്റെ രീതി എങ്ങനെയാണ്? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബുക്കിൽ നിന്ന് ഒരു പാട്ട് ഒരു ടീം പാടിയാൽ അതേ ബുക്കിൽ നിന്ന് തന്നെ മറ്റേ ടീമും പാടണം. അതിന് ബാക്കി പാടണം. അതേ ബുക്കിൽ നിന്ന് തന്നെ അവരും പാടും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ആ പാർട്ടി തോൽക്കും. ആ ബുക്കിൽ ആർക്കാണോ പാടാൻ കഴിയാത്തത് അവര് മനപ്പാടായിരിക്കണം പാട്ടുകൾ. അതെ, അല്ലെങ്കിൽ തോറ്റുപോകും. നാടൻകെട്ടിൻ്റെ എങ്ങനെയാണ്? അപ്പം ഉണ്ടാക്കി പാടുന്നതാണോ? അല്ല. നാടൻകെട്ട് എന്ന് പറയുന്നത് ഇവിടെയുള്ള പഴയ ആളുകൾ എഴുതിയ പാട്ടുകളാണ്. കടായിക്കൽ മൊയ്തുകുട്ടി ഹാജി, പി.ടി. വീരാൻകുട്ടി മൗലവി, എം.പി. മുഹമ്മദ് സാഹിബ്, പിന്നെ ഇങ്ങനെയുള്ള കുറേ കവികളുണ്ടായി. അവരൊക്കെ പാട്ടുകളാണ് നാടൻകെട്ട് എന്ന് പറഞ്ഞ് പാടാറ്. ആ സമയത്ത് അവിടുന്ന് തന്നെ ഉണ്ടാക്കി പാടുന്ന രീതി ഉണ്ടായിരുന്നില്ല. അത് കെട്ടിപ്പാടുക എന്ന് പറയും. കെട്ടിപ്പാട്. ഗാനമേള നടത്തുമ്പോൾ അങ്ങനെ ഏതെങ്കിലും പാടിയത് ഓർക്കുന്നുണ്ടോ? അതെ. അപ്പൊ അങ്ങനെയാണ്. നല്ലൊരു മുല്ല മലർവാടി നല്ലൊരു സിമിനെ ഞാൻ പാടി, കാരുണ്യക്കടലാണോരേ കർമ്മമിൽ കഴിയഴകുള്ളോരേ, കർമ്മമിൽ കഴിയഴകുള്ളോരേ. അത്ഭുത ചമയ പന്തലിൽ മംഗളമേ ശുഭമംഗളം, അത്ഭുത ചമയ പന്തലിൽ മംഗളമേ ശുഭമംഗളം, മംഗളമേ ശുഭമംഗളം,
മംഗളമേ ശുഭമംഗളം അത്ഭുത ചമയ പന്തലിൽ മംഗളമേ ശുഭമംഗളം. ഈ പാടുന്ന പാട്ടിൽ നമ്മൾ ആളുകളുടെ പേര് കൂട്ടും. ഇപ്പോൾ അമീൻ അഹമ്മദ് കുട്ടി സാഹിബ് അവർക്കും മംഗളമേ ശുഭമംഗളം. അങ്ങനെയാണ് പഴയ കാലത്തുള്ള കെട്ടിപ്പാട്ട് കണ്ടിട്ട്. പിന്നീട് നിങ്ങൾ ഒരുപാട് ബദർ കിസ്സപ്പാട്ടുകൾ പാടിയിട്ടുണ്ട് സീറ കഥാപ്രസംഗത്തിൽ. എങ്ങനെയാണ് മോയിൻകുട്ടി വൈദ്യരുടെ ഈ സങ്കര ഭാഷയായിട്ട് നിങ്ങൾ കൂടുതൽ അടുത്തത്? അത് കുറേ ഉസ്താദിയത്തിലൂടെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കിയിട്ട് അവർ നമ്മൾ നിർബന്ധിതനായി പാടി പഠിക്കേണ്ടി വന്ന്. ഒന്ന് പൈസ കിട്ടും ചെയ്യും, പിന്നെ പാട്ടിൻ്റെ ശബ്ദം മറ്റൊക്കെ ആയപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നിർബന്ധിതനായിട്ട് പഠിച്ച് ശരിയായി. അങ്ങനെ ഈ ഉസ്താദിയത്തിലൂടെ പഠിച്ചു വന്നിട്ടാണ് സങ്കരഭാഷയും മറ്റൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. ഇപ്പം ഹക്കാന കോനമറാൽ മക്കാബ് വിട്ട് നബി പക്ക മദീന തണവായി എന്നൊക്കെ അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഹക്കാന കോൻ അമറാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കാബ് വിട്ട് നബി മക്കയിൽ നിന്ന് നബി തിരുമേനി യാത്ര പുറപ്പെട്ടു. പക്ക മദീന തണവായി സ്വയം സമ്പൂർണ്ണമായ നല്ലതായ മദീനയിൽ എത്തിച്ചേർന്നു. പക്കാന്ന പക്ക ചരക്ക് നല്ല ചരക്ക് എന്നൊക്കെ പറയും നമ്മൾ. അത് കന്നഡ ഭാഷ തോന്നുന്നുണ്ട്. പക്ക മദീന തണവായി നബി തിരുമേനി ഇത്ര കാര്യങ്ങളാണ് അത്. അബൂബക്കർക്കയുടെ ഔപചാരിക വിദ്യാഭ്യാസം എവിടെ വരെയുണ്ട്? എൻ്റെ 5ാം ക്ലാസ്സാണ് പഴയ കാലത്ത്. പിന്നീടുള്ളതൊക്കെ വായനയിലൂടെയും. അതെ അതെ, വായനയിലൂടെയും പിന്നെ ഉസ്താദിയത്തിലൂടെയൊക്കെ ഇങ്ങനെ പഠിച്ച് വന്ന് അങ്ങനെയാണ് ഇങ്ങനെ ഈ സ്ഥലത്തെത്തിയത്, ഇവിടെ എത്തിയത്. ഇപ്പൊ അവസാനങ്ങളായിട്ട് നിങ്ങൾ ഈ കഥാപ്രസംഗം അവതരിപ്പിച്ചത് എവിടെ വെച്ചിട്ടാണ്? ഇപ്പോഴത്തെ കാലത്ത് പുതുതലമുറക്ക് കഥാപ്രസംഗത്തോട് അത്ര വലിയ താല്പര്യമല്ല. മാത്രമല്ല ഇപ്പോഴും ആ കഥാപ്രസംഗം എന്നുള്ള കല തന്നെ അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവസാനമായിട്ട് അവതരിപ്പിച്ചത് എവിടെയാണ്? മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിലാണ്. അതായത് ടി കെ ഹംസ സാഹിബ് വ്യാഖ്യാനിച്ചു, ഞാൻ പിന്നണി പാടി സഫലമാല. അവർ റെക്കോർഡിങ് അവിടെ റെക്കോർഡ് ചെയ്യില്ല, അവിടെ സൂക്ഷിച്ചിട്ടുള്ളതാണ്. അവിടെ കുറേ എൻ്റെ പാട്ട് കുറേ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കേരളത്തിലെ എല്ലാ പാട്ടുകാരും പാടിയ ഒരു CD ഉണ്ട്, പഴയകാലത്തെ CD. അതിൽ 60 പാട്ട് പാടിയത് ഞാനാ. പ്രയാസമുള്ള പാട്ടൊക്കെ അവരെന്നെ എഴുപ്പിക്കും പാടാൻ. അങ്ങനെ ഞാനാ പാടിയത് പ്രയാസമുള്ള പാട്ടുകളൊക്കെ. സ്റ്റോങ്ങുള്ള പാട്ട്, അതായത് എന്റെ കൊണ്ട് കഥവിണ്ട് റാവി അണിനിണ്ട് ചണ്ട കുറച്ചൊക്കെയും ഏറ്റമേറ്റം ബഹു ഊറ്റമൂറ്റമില്ല തീറ്റി വരവത്തരം നിണ്ട് കണ്ടരികറുണ്ട് പോലെ മനം കൊണ്ട് ചെണ്ടണിയടുപ്പതും നേരെ അണി പോരെ പുറം ചേര കലർന്നിട്ടതാൽ ബിണ്ടിലിണ്ടിരന എണ്ട പുണ്ടരി ഉഖണ്ഡ മണ്ട തനി തത്തൈ പോൽ വെട്ടടികൾ തട്ടി വിട്ടുടലിൽ പറ്റി ചുറ്റി വില ചെയ്വതായി എത്തി ബെത്തലിലെ കുത്തുകൾ തടൂത്തുടൽ പിടിത്തതാൽ യേശി ബീശി തലമാശി കാശിൽ വിളുന്താശു പോസർ എള്ളും തീടലും. ഇത് കോഴിക്കോട് അബൂബക്കർ എന്നുള്ള സംഗീതജ്ഞനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളതാണ്. ഒരു 30 കൊല്ലങ്ങൾക്ക് ഒരു 30-35-40 കൊല്ലത്തോളമായിട്ടുണ്ടോ. ചെറിയൊരു പഴയ ടേപ്പ് റെക്കോർഡൊക്കെ ആയിട്ട് വന്നിട്ട് എന്നോട് ഇങ്ങനെ പാടിപ്പിച്ച്, നിങ്ങളെങ്ങനെ എന്ത് പാടുക എന്നിങ്ങനെ കുറേ പാട്ടുകൾ എന്നോട് പാടിപ്പിച്ചത്. അങ്ങനെ ഈ പാട്ട് ഞാൻ ഈ ട്യൂണിൽ പാടി. പിന്നെ അദ്ദേഹം കൊണ്ടുപോയിട്ട് യേശുദാസിനോട് പാടിപ്പിച്ചു. അതേ ട്യൂണിൽ യേശുദാസ് പാടിയത്. അത് അബൂബക്കർ സാഹിബാണ് കൊണ്ടുപോയത്. അപ്പം അബുക്കാക്ക് വേണ്ടി ഈ പാട്ട് ഈ രീതിയിൽ പാടിക്കൊടുത്തത് നിങ്ങളാണ്? ഞാനാണ് പാടിക്കൊടുത്തത്. അതായത് അദ്ദേഹം ടേപ്പ് റെക്കോർഡായിട്ടാണ് വന്നത്. അന്ന് ഞാൻ ചെറിയൊരു വീട്ടിലാണ് അവിടെ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ പാടിയതിന് ശേഷം പിന്നെ അത് യേശുദാസ് ഇതേ ട്യൂണിൽ യേശുദാസ് പാടി. അത് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിനെ കണ്ടാൽ പറയാറുണ്ട്, അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ആ പാട്ടുകൾ ഞാൻ പാടിയാന്നുള്ളത്. ഇങ്ങനെ അത് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു പരിചയമാണ്. നമ്മൾ നിർബന്ധിതനായി പരിചയിച്ചു പാട്ടുകളൊക്കെ, ഇസപ്പാട്ടുകളൊക്കെ പാടാൻ പരിചയിച്ച് അങ്ങനെ പാടി ട്യൂണുകളൊക്കെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. പഴയ പാട്ടുകളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെടുത്തുണ്ടാവും. കൂടുതൽ നിങ്ങളുടെ മനസ്സിലാണുള്ളത്, ഒക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്? ഇവിടെ കുറേ കാണാതെ പഠിച്ചതൊക്കെ നിരവധി സ്റ്റേജ് കിട്ടിയോണ്ട് കാണാതെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്കുണ്ട് കുറേയൊക്കെ. ഇപ്പം വൈദ്യുത സ്മാരകത്തിൽ തന്നെ കുറേ പാട്ടുകളുണ്ട്. അങ്ങനെയാണ് കുറേ പഠിച്ചത്. ആരെ പാട്ടുകൾ പാടാനാണ് കൂടുതൽ ഇഷ്ടം? മോയിൻകുട്ടി വൈദ്യരുടേതാണോ അല്ലെങ്കിൽ? എനിക്ക് കിസ്സപ്പാട്ടിൻ്റെ കൂട്ടത്തിൽ വൈദ്യരുടെ പാട്ട് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇന്നെനിക്കിഷ്ടം എസ് എ ജമീൽ സാഹിബിൻ്റെ പാട്ടാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ദുബായ് കത്തല്ലേ എന്ന്. അല്ല, ദുബായ് കത്തല്ല. ദുബായ് കത്ത് എന്നല്ല, എസ് എ ജമീലിൻ്റെ മറ്റു ചില പാട്ടുകളുണ്ട്. സെമിലൊരു പാട്ട് പാടാം നമുക്ക്. ആ മരുഭൂമിയിൽ അറബികൾക്കിടയിൽ
അത്ഭുത പ്രതിഭാസമായി ആലം ദുനിയാവാകവായിട്ടും അന്ത്യനബി ഭൂജാതനായി പുണ്യനബി ഭൂജാതനായി മുത്തുറസൂൽ ഭൂജാതനായി ആ മരുഭൂമിയിൽ ഗാനം അദ്ദേഹം ഞാൻ കണ്ടുപരിചയിച്ചിന്, സംസാരിച്ചും ചെയ്തിന്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അനുസ്മരണം ഉണ്ടായിന്, അതിൽ ഞാൻ പങ്കെടുത്തിന്. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെടുത്ത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ സ്റ്റേജിൻ്റെ പരിസരത്തുള്ള ശ്രോതാക്കൾ പറഞ്ഞ് ഈ പാട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. അദ്ദേഹം ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. കാരണം എന്താ പറയുക, അദ്ദേഹം ഗൾഫിൽ റെക്കോർഡ് ചെയ്തിട്ട് പഴയ കാലത്തെ കാസറ്റ് ഉണ്ടല്ലോ, ആ കാസറ്റിലാണ് എനിക്ക് ആ പാട്ട് കിട്ടിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകൾ ആളുവില്ലഖിലാണ്ടവും മണൽ തരിയിൽ മരുഭൂമിയും മഴത്തുള്ളിയിൽ മഹാസമുദ്രവും ഒതുക്കിയ ബ്രഹ്മാണ്ഡനാദ നിനക്കല്ലോ സ്തോത്രം 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 സൃഷ്ടാവിന് സ്തോത്രം അല്ലാഹു അക്ബർ സൃഷ്ടികളുടെ സ്തോത്രം അല്ലാഹു അക്ബർ മണ്ണിലുള്ള സൃഷ്ടികൾ ഓരോന്നും ഉരുവിടുന്നു മന്നവൻ്റെ മഹൽ നാമം അല്ലാഹു അക്ബർ മണ്ണിലുള്ള സൃഷ്ടികൾ ഓരോന്നും ഉരുവിടുന്നു മന്നവൻ്റെ മഹൽ നാമം അല്ലാഹു അക്ബർ സൃഷ്ടാവിന് സ്വസ്ഥം അല്ലാഹു അക്ബർ. ഇത് അദ്ദേഹത്തിൻ്റെ ഗാനമാണ്. ഗാനമേള ട്രൂപ്പായിട്ട് വേദികളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അത് അന്ന് ഏറ്റവും താല്പര്യം അത് വന്നപ്പോൾ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കടന്നു വന്നു. സ്വന്തം ടീമുണ്ട്, അതുപോലെ കിശേരി സ്വന്തം ടീമുണ്ടായിരുന്നു, വോയിസ് ഓഫ് എറണാട്. പിന്നെ മറ്റുള്ളവരും വിളിക്കും എന്നെ മാപ്പിളപ്പാട്ട് പാടിക്കും. പിന്നെ തനതായ മാപ്പിളപ്പാട്ട് പാടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരും ക്ഷണിക്കും. വോയിസ് ഓഫ് എറണാട് എന്നാണ് നിങ്ങളുടെ ട്രൂപ്പിന്റെ പേര്. അതെ. അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? അത് അവിടെ ഞങ്ങൾ ഒന്നിച്ച് സംഘടിപ്പിച്ചതല്ലേ, ഒന്നിച്ച് സംഘടിപ്പിച്ച ഇതാണ്. MC സൈലവി ഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഒന്നിച്ച് സംഘടിപ്പിച്ച് അതിലിങ്ങനെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന പ്രസിദ്ധരായ പാട്ടുകാർ അങ്ങനെ ഇല്ല. പിന്നെ അവിടെയുള്ള ചില പാട്ടുകാർ അഹമ്മദ് കുട്ടി ഹാജി എന്ന് പറയും, പിന്നെ ഹാജി ഹാജി എന്ന് പറയും, പിന്നെ ആയിഷു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, പിന്നെ അതുപോലെ ഹൈറുനിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഫാത്തിമക്കുട്ടി എന്ന ഒരു സഹോദരി. ഇത്രയും പിന്നെ ഫീമെയിൽ വോയിസ് പാടാനുള്ള പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് കല്യാണ പരിപാടികളൊക്കെ കിട്ടും. അപ്പോൾ കൂടല്ലൂർ ഭാഗത്ത് അതുപോലെ തമിഴ്നാട്ടിലൊക്കെ രാത്രി തിരിച്ചു വരുമ്പോൾ നാടുകളി ചുരത്തുനിന്ന് ടയർ പൊട്ടിപ്പോയി കാറിൻ്റെ. അന്നാ അവിടെ നേരിയൊരു മഴയുണ്ട്, ആനൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. എല്ലാ ഞങ്ങളൊക്കെ ഭയങ്കര പേടി പിടിച്ചു ഈ ആന ഇറങ്ങിക്കൂടുമെന്നുള്ള. ഒരു വാഹനം കൈയാട്ടിയിട്ട് നിർത്തുന്നില്ല, കാറാണെങ്കിൽ ഇതായിരുന്നു. കുറേ പെൺകുട്ടികളും മറ്റൊക്കെ കാറിലുള്ളത്. എല്ലാവരും പേടിച്ച് അവസാനം ഒരു ലോറി കിട്ടി മൈക്കിളിൽ വന്ന്. പിന്നെ പകല് 10 മണിയൊക്കെ അതിന് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഞാനതിൻ്റെ ഇടയിൽ ഈ കഥാപ്രസംഗത്തിന് പോകും, അതൊരു കഥാപ്രസംഗത്തിന് പോകും. ഒറിജിനൽ പാട്ട് മാപ്പിളപ്പാട്ട് പാടാൻ എന്നെ അങ്ങോട്ട് ക്ഷണിക്കും. ഇത് ഈ ടീമിൻ്റെ ആളുകളൊക്കെ. അതുപോലെ 32 ടീം പങ്കെടുത്ത ഒരു പരിപാടിയിൽ MES നടത്തിന് കോഴിക്കോട്. 32 മാപ്പിളപ്പാട്ട് ടീം. എത്ര ദിവസങ്ങളിലായിട്ട്? ആ ഒറ്റ ദിവസം രാവിലെ തൊട്ട് തുടങ്ങിയിട്ട് രാത്രി 12 മണി 1 മണിയൊക്കെ ആയിരുന്നു. അതിൽ VA കുട്ടി മാസ്റ്റർ ടീമുണ്ട്, KS മമ്മൂട്ടിൻ്റെ ടീമുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. സാമുദ്രി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ടീം ഉണ്ടായിരുന്നു? മത്സരമായിരുന്നോ? മത്സരമാണ്. അങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നു അവിടെ. ഇവര് MES നടത്തിയത്. MES വലിയ ടീം. മുഹമ്മദ് റഫീനൊക്കെ പാട്ട് പഠിച്ചവരല്ലേ. റഫി മാനാത്ത് റമീദാനിൽ വന്നിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ ചെറുപ്പത്തിലാണ്. മുഹമ്മദ് റഫീൻ്റെ പാട്ട് ഞാൻ നേരിട്ട് കിട്ടില്ല, പക്ഷെ പാടാൻ വലിയ താല്പര്യമാണ്. റഫീന്റെ പാട്ട് പാടാൻ താല്പര്യമാണ്. താല്പര്യം. ഏറ്റവും ഇഷ്ട ഗായകൻ റഫി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മലയാളക്കരയിൽ എനിക്ക് ഇസ്സേജിമിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ പാട്ടും ഒക്കെയാണ് എനിക്കിഷ്ടം. അപ്പൊ നമുക്ക് ആദ്യം മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് പാടാം, പിന്നെ നാവൂർ ഹനീഫിന്റെ ഒരു പാട്ടും പാടാം. ബാദുഷാഹേ ബിലായത്ത്
अलीमत तुम हो मुश्किल तुषा तुम हो शेर खुदा बादशाह बिलायत अली मोतज़ा तुम हो मुश्किल तुषा तुम हो शेर खुदा बादशाह बिलायत अली मोतज़ा तुम हो मुश्किल तुषा तुम हो शेर खुदा അല്ലാഹുവേ നാം തൊഴുതാൽ സുഖം ഇല്ലാമേ ഓടി വരും அந்த வல்லோനെ நினைத்திருந்தால் நல்ல வாழ்களும் தேடி வரும் அல்லாஹ்வே நாம் தொழுதால் சுகம் இல்லாமே ஓடி வரும் அந்த வல்லோனை நினைத்திருந்தால் நல்ல வாழ்க்கையும் தேடி வரும் நல்ல வாழ்க்கையும் தேடி வரும் அல்லாஹ்வே நாம் தொழுதால் பள்ளிகள் பல இருந்தும் பாங்கோசை கேட்ட பின்பும் பள்ளிகள் பல இருந்தும் பாங்கோசை கேட்ட பின்பும் பள்ளி சொல்ல மனமில்லையோ படைத்தவன் நினைவில்லையோ பள்ளி சொல்ல மனமில்லையோ படைத்தவன் நினைவில்லையோ അല്ലാഹുവേ നാം തൊഴുതാൽ. ഗാനമേള വേദികളിൽ സാധാരണ നിങ്ങൾ പാടാറുള്ളത് മാപ്പിളപ്പാട്ടുകളും അതോടൊപ്പം തന്നെ സിനിമാ ഗാനങ്ങൾ പാടാറുണ്ടോ? സിനിമാ ഗാനങ്ങൾ ചുരുവ മാപ്പിളപ്പാട്ടിന് പാടാനല്ലേ ക്ഷണിക്കൽ കൂടുതലും. ബാബുഖാന്റെ പാട്ടുകൾ പാടാറുണ്ട്? ആ ചിലതൊക്കെ പാടും. ബാബുഖാന്റെ ഒരു പാട്ട് പാടാം. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്ക് കണ്ണുകളെന്തിനു വേറെ കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്ക് കണ്ണുകളെന്തിനു വേറെ കാണാനുള്ളത് കരളിൽ പകരാൻ കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്ക് കണ്ണുകളെന്തിനു വേറെ. ലക്ഷദ്വീപിലെ ഒരു പരിപാടിക്ക് പോയെന്ന് പറഞ്ഞല്ലോ, അത് കഥാപ്രസംഗമായിരുന്നോ അല്ലെങ്കിൽ ഗാനമേള ട്രൂപ്പായിട്ട് പോയതാണോ? അല്ല, അത് കഥാപ്രസംഗത്തിനാണ് പോയത്. കഥാപ്രസംഗത്തിന് അവരാദ്യം പിന്നെ ക്ഷണിക്കും, നല്ല സ്പോൺസർ ചെയ്യണം, വിസ വരും, പോലീസ് എൻക്വയറിയൊക്കെ ഉണ്ടേന്, അതിൻ്റെ ശേഷമേ പോവുള്ളൂ. തന്നെയല്ല, വേനൽക്കാലത്തല്ല പോയത്, മഴക്കാലത്താണ് പോയത്. അവിടെ മഴക്കാലത്താണ് പരിപാടി നടക്കുക. വേനൽക്കാലത്ത് അവിടെ ജോലിയും മീൻ പിടിക്കലും മറ്റും ഭയങ്കര. മഴക്കാലത്ത് ഞങ്ങൾ പോയി കപ്പലിൽ കയറി നമ്മളെ കൊച്ചിയിൽ നിന്ന് സ്വല്പം അങ്ങോട്ട് പോയി, എ സി ഒക്കെ ഉള്ള റൂമൊക്കെ 1.5 കിലോമീറ്റർ ആയിട്ട് പോയപ്പോൾ ജൂൺ ജൂലൈ മാസമല്ലേ, ഭയങ്കര ശബ്ദം, കടലിൻ്റെ തിരമാലകളും മറ്റും. പിന്നെ കപ്പലിങ്ങനെ ആടിയിട്ട് ഭയങ്കര ആട്ടം, തലയിട്ട് തുടങ്ങി, ഛർദ്ദിച്ചു. കൊണ്ടുപോകണ ആളുടെ റൂമിൽ അയാളെ പോയി ഞാൻ വിളിക്കാൻ പോയി. അയാൾ വിളിക്കാൻ പോയപ്പോൾ വാതിൽ വന്ന് അടഞ്ഞ് എൻ്റെ കൈ വെളുക്ക്, കപ്പലിൻ്റെ കാറ്റടിച്ചിട്ട് വായിലറിഞ്ഞാണ്. ഭയങ്കര ഛർദ്ദിച്ച് ക്ഷീണിച്ചു. അതോടൊപ്പം ഈ വേദന. എന്നിട്ട് ഞാൻ റൂമിൽ പോയിട്ട് അദ്ദേഹത്തെ പോയി വിളിക്കുമ്പോൾ അദ്ദേഹം പറയും, ഞങ്ങളേലും മോശത്തിലാണ്, ഇത്രയും അവസരമായിരുന്നു ഞാൻ, നീ പോയില്ലേ, 2-2.5 ദിവസം അതിൽ കിടക്കണം. ഛർദ്ദിച്ചിട്ടും വല്ലാത്ത വിഷമത്തിലായി എത്തിച്ചത്. ഈ ആ കടൽ ഇളകിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമാവില്ല. ഇങ്ങോട്ട് പോന്നപ്പോൾ അവരല്ല, ഒരു ചാക്കിൽ ഫുള്ള് നാളികേരം, ഇളനീര്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഒഴുക്കും ഇങ്ങോട്ടാണല്ലോ, കപ്പലിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല, കപ്പൽ ആടൂല. സ്വീകരണമൊന്നും കുഴപ്പമില്ല, നല്ല നല്ല ജനങ്ങളാണ്, ഒക്കെ നല്ല ജനങ്ങളാണ്.
നമ്മളിവിടെ പഴയ കാലത്ത് 50-60 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു പരിഷ്കാരം അന്നവിടെ, ഇന്നിപ്പോൾ എങ്ങനെ അറിയില്ല കേട്ടോ. അന്നവിടെ പഴയ കാലത്തെ വസ്ത്രങ്ങളും പഴയ കാലത്തെ അരപ്പട്ട കള്ളിത്തുണി ഭാഷ ഒന്നും നമുക്ക് അങ്ങനെ അറിയില്ല, എന്നാലും നമ്മൾ പറയുന്ന അവർക്ക് അറിയും. അങ്ങനെയാണ്. അവിടെ എത്ര ദിവസം തങ്ങി പരിപാടിക്ക് വേണ്ടി? ഞാനൊരു മാസത്തോളം അവിടെ നിന്നു. ഒരു മാസം പരിപാടിയായിരുന്നു? രണ്ട് പരിപാടി ഉണ്ടായിരുന്നു. ഒരു മാസത്തോളം. എത്ര ജനങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും പരിപാടി കാണാൻ? ഒരു 100-500 ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പോയ ലക്ഷദ്വീപ് 3/4 കിലോമീറ്ററുള്ളൂ വീതി, നീളം 3 കിലോമീറ്ററും. അങ്ങനെയുള്ള ദ്വീപിലാണ് പോയത്. ദ്വീപിന്റെ മധ്യത്തിലേക്ക് രണ്ട് ഭാഗത്തേക്ക് നോക്കിയാൽ കടൽ കാണും. അല്ലാഹുവിൽ സുശക്തമാം അചഞ്ചല ഈമാൻ ഇല്ലാത്തവൻ അല്ലല്ല യഥാർത്ഥ മുസൽമാൻ. വല്ലാത്ത ശക്തിയുള്ളൊരു റബ്ബായ റഹ്മാൻ, എല്ലാ പടപ്പുകൾക്കും റിസ്ക് നൽകിടും പൂമാൻ. ആരാണ് മുസൽമാൻ, എന്താണു ഈമാൻ? ആരാണ് മുസൽമാൻ, എന്താണു ഈമാൻ? അല്ലാഹുവിൽ സുശക്തമാം അചഞ്ചല ഈമാൻ ഇല്ലാത്തവൻ അല്ലല്ല യഥാർത്ഥ മുസൽമാൻ. വല്ലാത്ത ശക്തിയുള്ളൊരു റബ്ബായ റഹ്മാൻ, എല്ലാ പടപ്പുകൾക്കും റിസ്ക് നൽകിടും പൂമാൻ. ആരാണ് മുസൽമാൻ, എന്താണു ഈമാൻ? നാട്ടിൽ നമ്മളെ പരിപാടി നടത്തുമ്പോഴേ, പ്രത്യേകിച്ച് ഈ സീറപ്പാട്ടുമായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ പരിപാടി നടക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ മുഴുവനായിട്ട് ഈ പരിപാടി കേൾക്കാൻ വരില്ല. കൂടുതൽ ആളുകൾ വന്ന് വരും. കാരണം അന്നത്തെ വിനോദമാണ്. അന്ന് മറ്റൊരു വിനോദങ്ങളൊന്നുമില്ല. പാട്ടുകളൊക്കെ പാടുക, അതിന് വ്യാഖ്യാനം കൊടുക്കുക, അത് കേൾക്കുക, ആരെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൊരു ഹരാണ്. കൂടുതലായിട്ട് അന്ന് പറയുന്ന കിസ്സകൾ ഏതായിരുന്നു? ബദർ പാട്ട്. ഈ ബദർ കേൾക്കുക എന്നുള്ളത് മതപരമായിട്ട് തന്നെ ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് കരുതിയിട്ടാണ് ഈ ആളുകൾ വരുന്നത്. അതേ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ആ കല ശരിക്കും അന്യം നിന്ന് പോയി. ഇന്നിപ്പോ ഈ സീറപ്പാട്ടുകൾ പാടുന്ന ആളുകളും കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന ആളുകളൊന്നുമില്ല. കഥാപ്രസംഗം തന്നെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ മറ്റു കഥകളൊക്കെ എടുത്തിട്ട് ഇതുപോലുള്ള സീറാപാരായണം ഇല്ല. വിശദീകരിച്ച് അതൊരു പടപ്പാട്ടൊന്നും പാടുന്ന ആളുകൾ ഇപ്പം ഇല്ല. അല്ലെങ്കിൽ അതിന് കൈമൂല്ല കേൾക്കില്ല, ദിവസമില്ല. അന്നൊക്കെ ദിവസത്തിന് ഞാൻ പറയും ഓരോ ദിവസം ഇങ്ങനെ തർക്കിക്കും, എത്ര വേണം എന്ന് പറഞ്ഞു. അങ്ങനെ കാലഘട്ടത്തിൽ അത് അതിന് ജനങ്ങളെ പിടിച്ചിർത്താൻ അനുസരിച്ച് ആ കഥ ഇങ്ങനെ കൊണ്ടുപോവുക. നേരെ പിറ്റേന്നും വരാൻ പറ്റിയ പോലെ. അപ്പൊ നിങ്ങളുടെ ജീവിതം പാട്ടും ഈ കഥാപ്രസംഗമായിട്ടാണ്. നിങ്ങൾ വേറൊരു ജോലിക്ക് നിങ്ങൾ പോയിട്ടില്ല? ജോലിയുണ്ട്. എത്ര മക്കളാണുള്ളത്? നല്ല ഗൾഫുകാരെ ജീവിക്കുന്ന പോലെ ജീവിച്ചു. കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് പോറ്റി വളർത്തി. എത്ര മക്കളാണുള്ളത്? 7 ആളാ. അവരൊക്കെ പിന്നെ 3 പെൺകുട്ടികൾ, 4 ആൺകുട്ടികളും. ഇതിന് കലയുമായി ബന്ധപ്പെട്ടിട്ട് ആരൊക്കെ ഉള്ളത്? 4 ആൾക്കും പാടാൻ കഴിയും. 4 ആളും പാടാറുണ്ട്. കല ഇപ്പം ഹമീദ് അറിയും, അനൗൺസറാണ്, നന്നായിട്ട് പാടും. തമിഴ് പാട്ടൊക്കെ എന്നും പാടും. പിന്നെ നസീർ ഹുസൈൻ എന്ന് പറയും, ഒന്ന് നന്നായിട്ട് പാടും. അതുപോലെ മുബഷിറ അവർ പാടും. അങ്ങനെ അവരൊക്കെ പാടും. നിങ്ങൾ അവരെ പാട്ട് പഠിപ്പിക്കും മക്കളെ? അതെ, പഠിക്കാൻ. പിന്നെ അവരെ പഠിപ്പിക്കാൻ വലിയൊരു പ്രയാസമില്ല, കാരണം ട്യൂണൊക്കെ വേഗം അവർക്ക് അറിയും. ചില പാട്ടുകളൊക്കെ നിങ്ങൾ സംഗീതം ചെയ്യാറുണ്ടല്ലോ, ആരുടെ പാട്ടുകളാണ് സംഗീതം ചെയ്യാറുള്ളത്? ഒന്ന് ചെറിയ മുണ്ടം അബ്ദുൽ റസാഖ് മോഡി, നല്ല പാട്ടാണ്, നല്ല എഴുത്താണ്. കൽബകം കേൾക്ക് സർവലോക രക്ഷകൻ കലാമിനെ നീ കേൾക്ക്. ഫുർഖാനുൽ-അളീമാണത്, ഓ ഫുർഖാനുൽ-അളീമാണത്. അത് അദ്ദേഹത്തിൻ്റെ എഴുത്താണ്. അതുപോലെ ആത്മാവ് ശുദ്ധീകരിക്കും. അദ്ദേഹത്തിൻ്റെ അനുജനാണ് വോക്കസ്മാൾ സലാമക്കാറിയും. അദ്ദേഹം എഴുതിയതാണ് ആത്മാവ് ശുദ്ധീകരിക്കും റമളാനിദ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നല്ല പാട്ടാണ്. നമ്മളൊരു ട്യൂണാണ്. ട്യൂണ് പറഞ്ഞാൽ ആ ട്യൂണിൽ അതേമാതിരി എഴുതും ചെറിയ മുണ്ടം അബ്ദുൽ റസാഖ് മൗലവി. നന്നായിട്ട് എഴുതും. ഇപ്പോൾ ഒരു 80 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വളരെ കൗതുകരമായി തോന്നുന്നൊരു സംഗതി, സാധാരണ രീതിയിൽ കലക്ക് വേണ്ടി ജീവിച്ച പഴയ ആളുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചെന്ന് പറയാറുണ്ട്. കീശേരിയിലുള്ള അബൂബക്കർക്ക് ആയിട്ട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം എന്നോട് ആദ്യമായിട്ടാണ് ഒരാള് കല കൊണ്ട് വളരെ ആർഭാടമായി ജീവിച്ചതെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അതും അന്നത്തെ കാലത്ത്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാപ്പിള കലകളുമായിട്ട് ആർഭാടകരമായിട്ട് അന്നത്തെ കാലത്തിൽ ഗൾഫിലൊക്കെ പോയ ഒരാളെപ്പോലെ ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റി, 7 മക്കളെ പോറ്റി എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കലാകാരനെയാണ് ഇത്രയും നേരം നിങ്ങൾ കേട്ടതും ആസ്വദിച്ചതും.
പരിപാലക സഹായ മഖ്ലൂഖ് ജിൻസാന മലക്ക് സമാഹിനൂന മനുഷ്യ പിതാവ് ആദം മാതാ ഹവ്വാ സഹിതം മറുതി പഴം ഭുജിത്തേ മൽഹുൻ കെണിപ്പെടുത്തേ മനുഷ്യ പിതാവ് ആദം മാതാ ഹവ്വാ സഹിതം മറുതി പഴം ഭുജിത്തേ മൽഹുൻ കെണിപ്പെടുത്തേ പിണയിന്ന് തൗബ നൽകി പൊരുത്തുള്ള തമ്പുരാനി പകലൽ നിസാനിഹാലം പരിപാലക സഹായ മുഖ്താർ നബി അവരെ മിഹ്റാജിലേറ്റിയോനെ ഹിക്മത്ത് നൽകിയോനെ ഇസ്ലാമിയത്തിൻ്റെ മുഖ്താർ നബി അവരെ മിഹ്റാജിലേറ്റിയോനെ ഹിക്മത്ത് നൽകിയോനെ ഇസ്ലാമിയത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് രേഖ അതിജീവ സാക്ഷിനേക പകലൽ നിസാനിഹലം പരിപാലക സഹായ